ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നല്ലൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു അൺബോക്സിംഗ് ഉണ്ട്, ഡ്രസ്സ് അൺബോക്സിംഗ് ആണ്. പിന്നെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു കിഡിലിൻ സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നൊരു നാടൻ ചിക്കൻ റെസിപ്പിയാട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കുന്നതിന് പകരം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 50 ഗ്രാമോളം വരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ബ്ലൂവിൻ ബ്രാൻഡാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പം 50 ഗ്രാമോളം വരുന്ന ഈ ഒരു ചെറിയ പാക്കിൽ നിന്നാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ഈ ബ്ലൂവിൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ തന്നെ 300 ഗ്രാമിൻ്റെ വലിയ പാക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ആവശ്യത്തിനൊക്കെ 50 ഗ്രാമിൻ്റെ ചെറിയ പാക്കൊക്കെ തന്നെ ആയിരിക്കും നല്ലത്. വൺ ടൈം യൂസിന് ഇതൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാദാ വെള്ളം കുറച്ച്, അതായത് തേങ്ങ എടുക്കുന്നതിൻ്റെ പകുതി എമൗണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ആ പാക്കിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അരമണിക്കൂറൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും കാര്യമായിട്ട് പറയാൻ കാരണം, ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കെടുക്കുന്നല്ലാണ്ട് ഇതുപോലെ വൈറ്റ് കളറിലൊന്നും തേങ്ങയുടെ ആ ഒരു ടെക്സ്ചറിലൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു 5-10 മിനിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറി റെഡി ആവുന്നവരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക, അത്ര മതി. അരമണിക്കൂറാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, അപ്പം അത്ര വേണ്ടി വരുന്നില്ല. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി, നമ്മൾ നാടൻ സ്റ്റൈലിലാണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പം മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് കട്ടിയിട്ടുണ്ട്, ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തു. അപ്പോൾ മെൽറ്റായ ശേഷം പിന്നെ അത് അധികമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക്. അപ്പം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ ഒരു പിടിയോളം, കഴിഞ്ഞ തവണ ഞാൻ മീൻ കറി ഉണ്ടാക്കിയപ്പം ചെയ്ത പോലെ തന്നെ ഒരു പിടിയിൽ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും, അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്താ പറയുക, ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ചെറിയ ഉള്ളി വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറി എന്നല്ല, ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും പ്രത്യേക ഒരു രുചി തന്നെയാണ്. അതുപോലെ മൺചട്ടിയിൽ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ തന്നെ ഫിഷ് കറി ഉണ്ടാക്കിയപ്പം ഇഞ്ചി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ചട്ടിയിൽ അധികം എണ്ണ ഇല്ല എന്നാണെങ്കിൽ, കുറച്ച് അധികം എണ്ണ ഇല്ലെങ്കിൽ അത് എന്താ പറയുക, പെട്ടെന്ന് മസാല കടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി അതും ആവശ്യത്തിനെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും ഞാൻ ഇന്നിപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് വറുത്തരച്ച തേങ്ങാക്കറി ആയിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്നിപ്പോൾ കാണിച്ചത്. പക്ഷേ ഞാനിപ്പം അതിൻ്റെ കൂടെ സൈഡായിട്ട് എടുക്കുന്നത് ചോറാണ്. ചോറിൻ്റെ കൂടെ ഇപ്പോൾ വറുത്തരച്ച തേങ്ങാക്കറി മാച്ച് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം നാടൻ ഒരു വേറെ കറി ആണ് തയ്യാറാക്കുന്നത്. അപ്പം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ചെറിയ തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് വഴറ്റുന്നുണ്ട്. ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം.
ഇതുപോലെ തക്കാളി നമ്മൾ വഴറ്റിയ ശേഷം അപ്പം തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും, പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ആ ഒരു ആവി കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തക്കാളി വഴണ്ട് വരും. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എണ്ണ അങ്ങനെ നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാനിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ ഇല്ലാണ്ട് ഇട്ട് കൊടുത്താൽ ഭയങ്കരമായിട്ട് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ നല്ലൊരു കളറിൽ കിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്നാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിങ്ങനെ അടച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടുമില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ. അതിന് ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് മസാല വെന്ത ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വയ്ക്കുക. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇപ്പോൾ ചിക്കൻ വെന്ത് വരുമ്പം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. നമുക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട, ഗ്രേവിയൊന്നും വേണ്ട, കുറച്ച് ഗ്രേവി മാത്രം മതി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം സാധാരണ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിരിക്കും. നമ്മൾ സവോളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്തു എന്നേ ഉള്ളൂ. പക്ഷേ ചിലരൊക്കെ മസാലപ്പൊടികളൊക്കെ ഇടുന്നത് ചിക്കനൊക്കെ ഇട്ട ശേഷമായിരിക്കും. അതിന് പകരം ആദ്യം തന്നെ മസാലപ്പൊടികൾ എണ്ണയിലൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് മസാലപ്പൊടികൾ വെന്ത ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാനുള്ള ചാൻസ് കൂടുതലാവും. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ നമ്മൾ എങ്ങനെയാണോ തേങ്ങയിൽ നിന്ന് എടുക്കുന്നത് അതേപോലെ തന്നെ ഇതും കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തേങ്ങാപ്പാൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇനി ബ്ലെൻഡ് ചെയ്യുന്നില്ല, നേരെ അരിപ്പയിലേക്ക് മാറ്റുവാണ്. നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്, കുറച്ച് മാത്രം മതി. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് നല്ല കട്ടിയിൽ ഒഴിച്ചു കൊടുത്ത സമയത്ത് ഭയങ്കര നല്ലൊരു മണമായിരുന്നു. കാരണം ഇത് അത്യാവശ്യം ഹീറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വറുത്തരച്ച തേങ്ങാക്കറിയുടെ ആ ഒരു മണം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കറിയാണെങ്കിൽ വറുത്തരക്കാത്ത കറിയുടെ ആ ഒരു ടേസ്റ്റും പക്ഷെ നല്ലൊരു മണമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ, ഇതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പം അപ്പോൾ ടേസ്റ്റ് നമ്മൾ നാടൻ ചിക്കൻ കറി, നല്ല സ്പൈസി ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു മണം നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു മണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത ശേഷം മാത്രം നമ്മൾ ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കട്ടോ. ഇത് ഒഴിച്ച ശേഷം കുറേ നേരമൊന്നും തിളപ്പിക്കേണ്ട, കുറച്ച് നേരമൊക്കെ തിളപ്പിക്കണം. കാരണം ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ ഒരുപാട് പെട്ടെന്ന് നമ്മൾ സാധാ ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന പോലെ ഇതാക്കരുത്. കാരണം ഇപ്പോൾ മുകളിൽ കണ്ടോ കുറച്ച് ഇങ്ങനെ തരിതരിയായിട്ട് കാണുന്നുണ്ടാവും. കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ ആവും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി, അതും ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടോ, നമ്മൾ ആ മസാല അങ്ങനെ വറുത്ത് ഇതാക്കിയതുകൊണ്ടാണ് ആ ഒരു കളറിൽ കിട്ടിയത്. ശരിക്കും ഈ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു മണമായിരുന്നു കേട്ടോ. അത് ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് മാത്രം തന്നെയാണ് ആ ഒരു മണം വരാൻ കാരണം. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലൂയിൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങൾക്ക് നാട്ടിലെവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ ഉച്ചത്തേക്കുള്ള സാമ്പാറും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പപ്പടവും പിന്നെ ക്യാബേജ് ഉപ്പേരി പിന്നെ ഉച്ചത്തേക്കുള്ള സാമ്പാർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നല്ലോ, അതും കൂടി ആയിരുന്നു വൈകിട്ടുള്ള ഡിന്നർ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഈ ഒരു അൺബോക്സിങ് ചെയ്യുന്നത് നാട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടുന്നത്. ഇതിപ്പം ഡ്രസ്സാട്ടോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇനാറ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. ബാക്കിയൊക്കെ എങ്ങനെയാണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ, വാട്സപ്പ് നമ്പറൊക്കെ. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ പേര്, ഇനാറ പ്രീമിയം എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഡ്രസ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും റീനുമുള്ള ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഓഫ് വൈറ്റ് ടോപ്പാണ് കാണുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കാണിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാ ഡ്രസ്സും എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റിയില്ല, നാട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് ഞാനതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ബാക്കി പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഓരോന്നും മനസ്സിലാവുമല്ലോ. അപ്പം ബാക്കിയൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ എനിക്കും റീനിനൊക്കെയുള്ള ഡ്രസ്സുണ്ട്. ഇത് റീനിൻ്റെ ടോപ്പാട്ടോ. അപ്പോൾ ആദ്യം അവർ ഇതാക്കിയപ്പം എനിക്കുള്ളതാണോ റീനുള്ളതാണോ എന്ന് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് ഓരോന്നും മനസ്സിലാവുന്നത് കേട്ടോ. ഇതും റീനുള്ളതാണ്. ഇത് പിന്നെ എനിക്കുള്ളത് നല്ലൊരു എല്ലാം എന്താ പറയുക, ഞാൻ ഇടുന്ന ടൈപ്പ് തന്നെയായിരുന്നു എല്ലാതും. ഞാൻ എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ ആവുന്ന കുറച്ച് ലൂസിലുള്ള ഡ്രസ്സുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു അവർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് കാണിക്കാം. ഇതൊരു ലോങ് ടോപ്പാണ്. സ്ലീവ് വരുന്നത് ഇങ്ങനെ പകുതിയിൽ നിന്ന് സ്ലീവ് വരുന്നത് ഇങ്ങനെ ബലൂൺ സ്ലീവൊക്കെ ആയിട്ട്. അപ്പം നല്ല നെറിവൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കളറാട്ടോ, നല്ലൊരു യെല്ലോ കളർ. ഇപ്പോൾ ഈ ഒരു കളറിൽ എനിക്കിപ്പോൾ കുറേ ഡ്രസ്സുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് താഴെ ഫ്ലെയർ ഒന്നുമല്ല, താഴെ ലോങ് ടോപ്പ്, സൈഡ് സ്ലിറ്റൊക്കെ ഉള്ള ലോങ് ടോപ്പിലാണ് വരുന്നത്. പിന്നെ ഇതൊരു ടോപ്പ് തന്നെയാണ് തോന്നുന്നു, നല്ല ലൂസിലുള്ള ടോപ്പാണ്. പക്ഷേ ഇത് എനിക്കൊരു അബായ സ്റ്റൈലാണ് തോന്നുന്നത്. എന്താണെന്നുള്ളത് എനിക്കും പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷേ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു കളറുമാണ്. ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഷോ ബട്ടൺസൊക്കെ ഉണ്ട്. സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്, നല്ല ലൂസിലൊക്കെ വരുന്നത്. ഇത് റീനുള്ള ടോപ്പാട്ടോ. ഇതും റീനിൻ്റെ ടോപ്പാണ്. ഇതും പിന്നെ നല്ല ഭംഗിയുണ്ട്, ഓഫ് വൈറ്റിൽ നല്ലൊരു ടോപ്പാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. അവരുടെ ഇൻസ്റ്റാ പേജും വാട്സപ്പ് നമ്പറൊക്കെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. ആവശ്യമുള്ളവർ ജസ്റ്റ് അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മക്കളുടെ വോയിസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ ഒരുപാട് കുട്ടികളുടെ വോയിസൊന്നും പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ വോയിസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ. അപ്പം എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാ അക്കൗണ്ട് നോക്കൂ കേട്ടോ. റീൻ്റെയും റോസിൻ്റെ ടിക്ടോക്ക് വീഡിയോസൊക്കെ ഉണ്ട്, അതിൽ ഷെയർ ചെയ്തിട്ട്. പിന്നെ കുറച്ച് ഇതുപോലത്തെ വഴക്ക് കൂടുന്ന വീഡിയോസൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം ഒന്ന് പുറത്ത് പോവാണ്, വൈകിട്ട് അജ്മാനിലോട്ട് പോവാണ്. വേറൊരു ഇക്കാടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിട്ടുള്ളതും റീനും ഇട്ടിട്ടുള്ളതും ഇനാറ പ്രീമിയത്തിൽ നിന്ന് അവർ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിട്ടുള്ള ഡ്രസ്സാട്ടോ.
എപ്പോഴും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലത്തെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ നന്നായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എപ്പോഴും തിരക്ക് പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്യലും പുറത്ത് പോകുന്നൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ വേഗം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയിൽ കയറിയിരിക്കും. പിന്നെ നമുക്കത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വേഗം ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി സാവകാശം ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ, നന്നായിട്ട് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്, തിരക്ക് പിടിച്ച് പോകുന്നത് അജ്മാനിലേക്കാണ്. അജ്മാനിലെ ടൊയോട്ടയുടെ ഷോറൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നേരത്തെ ഷോറൂം ക്ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു വെക്കുക. അപ്പം നമ്മൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം പോവുമായിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ ബിസി ആയിരുന്നു, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു വണ്ടീൻ്റെയൊക്കെ. അപ്പം നമ്മൾ ലേഡീസിൻ്റെ ഒരു സ്വഭാവമാണല്ലോ, വെറുതെ ഇങ്ങനെ അവിടെ ഇരിക്കുമല്ലേ. അപ്പോൾ ഏതായാലും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ വെറുതെ വന്ന പോലെ ആയിപ്പോയി. അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇരുന്നു. പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ടും. അങ്ങനെ ഈ വീക്കെൻഡിലൊക്കെ ഇക്കാക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളീ വെറുതെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറയും, ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറയും. അപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും അങ്ങനെ കയറിയിരിക്കുന്ന കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഇക്കാടെ ഓഫീസിലുള്ളവരൊക്കെ പറയും ഇവിടെ ഒരു നല്ലൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് കിട്ടുന്നുണ്ടെന്ന്. അപ്പം കറക്കൽ യാക്കൂത്ത് ഇവിടെ സൽമയിലാണ്, ഉമ്മൽ ക്വീൻ ആട്ടത്. ഉമ്മൽ ക്വീൻ സൽമയിലുള്ളൊരു കഫ്റ്റീരിയ ആണ്. അപ്പോൾ അവിടുന്ന് ചിക്കൻ ചില്ലി പൊറോട്ട സാൻഡ്വിച്ചും പിന്നെ തന്തൂരി ചിക്കൻ ബർഗറും വാങ്ങിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും ഒന്ന് കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കിടിലൻ ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മൽ ക്വീൻ ആട്ടോ. പിന്നെ വണ്ടിയിൽ നിന്ന് നമ്മൾ കഴിച്ചില്ല, വീട്ടിലെത്തിയിട്ട് കൈയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു മണം കൊണ്ട് കുട്ടികൾക്കൊന്നും കഴിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ വേഗം അതിരുന്ന് കഴിച്ചു. എന്താ പറയുക, ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് സാധാരണ നമ്മൾ പൊറോട്ട സാൻഡ്വിച്ചൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ റോളായിട്ടില്ല തരുന്നത്. ഇത് നല്ല പാക്കിങ്ങും അതുപോലെ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വയറൊക്കെ നന്നായിട്ട് ഫില്ലാവും കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ. ഇത് ചിക്കൻ ചില്ലി പൊറോട്ട സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാനും മിക്കയും ചിക്കൻ ചില്ലി പൊറോട്ട സാൻഡ്വിച്ചും പിന്നെ റീനും റോസും അവർക്ക് തന്തൂരി ചിക്കൻ ബർഗറും ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബർഗറും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു തന്തൂരി ചിക്കൻ്റെയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഉമ്മൽ ക്വീൻ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൽമയിലാണ്. അപ്പം കഫ്റ്റീരിയൻ്റെ പേര് കറക്കൽ യാക്കൂത്ത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗും എന്നത്തെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.